2024-25 സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിനായുള്ള മുന്നൊരുക്കത്തിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ്. സീസണിലെ ആദ്യ ടൂർണമെന്റായ ഡ്യൂറൻ കപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ പുറത്തായ മഞ്ഞപ്പട പിഴവുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ISL-ൽ തിരിച്ചു വരാനുള്ള ശ്രമങ്ങളിലാണ്. അതേസമയം ഇനിയും ചില സൈനിങ്ങുകൾ മഞ്ഞപ്പട നടത്തുമെന്ന കാര്യവും ഉറപ്പാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു സൈനിങ് വിദേശ മുന്നേറ്റ താരത്തിൻ്റെതുമായിരിക്കും. മുന്നേറ്റം അതിശക്തമാക്കുന്നതിനായി ഒരു വിദേശ താരത്തെ ടീമിലെത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുക്കുന്നുവെന്നും അതിനുവേണ്ടി ചില കളിക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞുവെന്നുള്ള സൂചനകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഏറ്റവും പുതുതായി വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മഞ്ഞപ്പടയുടെ റഡാറിൽ അർജന്റീന താരം ഫിലിപ്പ് പസദോരയുമുണ്ട്. താരത്തെ ടീമിലെത്തിക്കുന്ന കാര്യത്തിൽ ചർച്ചകൾ നടന്നു കഴിഞ്ഞെന്നും എന്നാൽ കരാർ കാര്യങ്ങളിൽ ഇരു കൂട്ടരും തമ്മിൽ ഇതുവരെ ധാരണയിൽ എത്തിയിട്ടില്ല എന്നുമാണ് സൂചനകൾ. വരും ദിവസങ്ങളിൽ ഈ നീക്കവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കും. 24-കാരനായ പസദോരെ കഴിഞ്ഞ സീസണിൽ മിന്നും ഫോമിൽ കളിച്ചിരുന്ന താരമാണ്. ബൊളീവിയൻ ലീഗിൽ CDSA ബുലോയുടെ പോയ സീസണിലെ ടോപ്പ് സ്കോറർ കൂടിയായിരുന്നു അദ്ദേഹം. 18 കളികളിൽ 14 ഗോളുകളും 4 അസിസ്റ്റുകളുമാണ് കഴിഞ്ഞ സീസണിൽ ഈ അർജന്റൈൻ താരം നേടിയത്. നിലവിൽ ഫ്രീ ഏജന്റായ താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ 4 കോടി രൂപയാണ്. 2024-25 സീസണിൽ തങ്ങളുടെ ആദ്യ കിരീടമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെക്കുന്നത്. ഡ്യൂറൻ കപ്പിൽ മികച്ച ഫോമിൽ കളിച്ചു തുടങ്ങിയെങ്കിലും ക്വാർട്ടറിൽ ചിരവൈരികളായ ബംഗളൂരു FCയോട് തോറ്റു പുറത്താകാനായിരുന്നു മഞ്ഞപ്പടയുടെ വിധി. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 കളികളിൽ നിന്ന് 16 ഗോളുകൾ അടിച്ചുകൂട്ടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു. സെപ്റ്റംബർ 13-നാണ് ഈ വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കുന്നത്. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റും മുംബൈ സിറ്റി FCയും തമ്മിലാണ് ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുക. 2 ദിവസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 15-ന് തിരുവോണ ദിനത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം. ഹോം ഗ്രൗണ്ടായ കൊച്ചിയിൽ നടക്കാനിരിക്കുന്ന കളിയിൽ പഞ്ചാബ് FCയാണ് മഞ്ഞപ്പടയുടെ എതിരാളികൾ. ആദ്യ കളിയിൽ കിടിലൻ ജയം നേടി മലയാളികൾക്ക് ഓണസമ്മാനം നൽകുകയാവും മഞ്ഞപ്പടയുടെ ലക്ഷ്യം. കഴിഞ്ഞ സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച ടീമിലും പരിശീലക സംഘത്തിലും അടിമുടി മാറ്റവുമായാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ഇറങ്ങുന്നത്. പരിശീലകൻ മാറിയത് തന്നെയാണ് ഇതിലെ പ്രധാന ഹൈലൈറ്റ്. കഴിഞ്ഞ 3 സീസണുകളിലും ഇവാൻ മുക്കോമാനോവിച്ച് ആയിരുന്നു മഞ്ഞപ്പടയെ പരിശീലിപ്പിച്ചിരുന്നത്. എന്നാൽ 2023-24 സീസണിന് ശേഷം ഇവാനുമായി മഞ്ഞപ്പട വേർപിരിഞ്ഞു. പിന്നാലെ സ്വീഡിഷുകാരനായ മൈക്കിൾ സ്റ്റാറയെ പുതിയ പരിശീലകനായി ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചു. മഞ്ഞപ്പടയുടെ കിരീടശാപം അവസാനിപ്പിക്കാൻ സ്റ്റാറയ്ക്ക് സാധിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ. ISL കാലയളവിൽ 84 മത്സരങ്ങളാണ് ലീഗിൽ നടക്കുക. മുഹമ്മദൻ SC കൂടി വന്നതോടെ ഇക്കുറി 13 ടീമുകളാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മത്സരിക്കുന്നത്. ആദ്യ കളി ജയിച്ചു തുടങ്ങാൻ മഞ്ഞപ്പടയ്ക്കാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ബംഗളൂരു FCക്കെതിരെ ആദ്യ പോരാട്ടം ഒക്ടോബർ 25-ന് കൊച്ചിയിലും എവേ പോരാട്ടം ഡിസംബർ 7-നും നടക്കും. മഞ്ഞപ്പട ആരാധകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരങ്ങളാണിത്.